ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സയൻസ് വ്ളോഗ്സ്. നമ്മളിപ്പോൾ വട്ടവടയുള്ള ഹണി മ്യൂസിയത്തിലേക്ക് വന്നതാണ്. ഇങ്ങനെ വരുന്ന വഴി കുറച്ച് ഭയങ്കര കുത്തനെല്ല ഇറക്കാണ്. നമ്മളിവിടെ താഴെ എത്തി. പുറത്തുനിന്ന് ഒരു കഫേ ഉണ്ട്, പിന്നെ അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള കട പോലെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ ഭയങ്കര സൂപ്പറാണ്. ഇതാണ് ഇവരുടെ എൻട്രൻസ്. വട്ടവട ഹണി മ്യൂസിയം. വലിയൊരു തേനീച്ചേനെ കണ്ടക്ട് ചെയ്ത് കണ്ടോ. ടിക്കറ്റ് കൗണ്ടർ ഇതെന്ന് പറയുമ്പോൾ ഒരു ബീ ഹൈവ് ആണ്. ഇതിനകത്ത് 3 ടൈപ്സ് ബീസ് ഉണ്ടാകും: ഫീമെയിൽ ബീസ്, മെയിൽ ബീസ്, ക്യൂൻ ബീസ്. ഫീമെയിൽ ബീസ് ആണ് തേനും കുമ്പിടിയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്നു കൂട് നിർമ്മിക്കുന്നത്. മെയിൽ ബീസ് ക്യൂനുമായിട്ട് മെയ്റ്റ് ചെയ്യുക. ഫീമെയിൽ കൊണ്ടുവരുന്ന തേനും കുമ്പിടിയൊക്കെ കഴിച്ച് തീർക്കുക എന്നത് മാത്രമാണ്. മെയ്റ്റ് ചെയ്യുന്നതോടുകൂടി ഇത് ഡെത്തായി പോവുകയാണ് ചെയ്യുന്നത്. ക്യൂൻ ബീനെ സെലക്ട് ചെയ്യുന്നത് ഫീമെയിൽ ബീസ് ആണ്. ഫീമെയിൽ ബീസിൽ തന്നെ പ്രായം കുറഞ്ഞ, അതായത് 6 to 15 ഡേയ്സ് പ്രായമുള്ള ഫീമെയിൽ ബീസിന്റെ ഈ തലയുടെ മേലുള്ള 2 ഗ്ലാൻസിൽ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ദ്രാവകമാണ് റോയൽ ജെല്ലി. റോയൽ ജെല്ലി കൊടുത്താണ് ക്യൂൻ ബീക്ക് ബിഗ് സൈസ് ആയിട്ട്, അതേപോലെ ഒരു ദിവസം 1000 to 2000 വരെ എഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കും. ഇവരുടെ ലൈഫ് സ്പാൻ 2 months ആണ് ഓൾ ബീസിന്റെ. ക്യൂൻ ബീക്ക് മാത്രം റോയൽ ജെല്ലി കൊടുക്കുന്നതുകൊണ്ട് 4 years ഉണ്ട്. ഈ റോയൽ ജെല്ലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആന്റി ഏജിങ് ആണ്, അതേപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഉണ്ടാകും, ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ ഏറ്റവും നല്ലത്. തേനീച്ച നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് നോയ്സി സൗണ്ട് കേൾക്കുന്നില്ല. 1 മിനിറ്റിൽ 11,400 ടൈംസ് അതിന്റെ വിങ്സ് വെച്ച് അടിക്കുന്നതുകൊണ്ടാണ് അത്രയും സൗണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹൈവിലുള്ള ബീസിന് 100 pound ഹണി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 55,000 മൈൽ വരെ പറന്ന് തേനും കുമ്പിടിയൊക്കെ കളക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ഫീമെയിൽ ബീസ് മെയിൽ ബീസ് ഡിഫറൻസ്: മെയിൽ ബീസിന് കുത്താനുള്ള സ്റ്റിങ് ഇല്ല, ഫീമെയില് മാത്രമേ ഉള്ളൂ. കുത്തുന്ന സ്റ്റിങ് കൊളുത്ത് പോലെ ആയിരിക്കും. ഇത് ഫോഴ്സ് ചെയ്ത് വലിച്ചെടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അതിന് വിഷസഞ്ചിയൊക്കെ പൊട്ടിയത് ഡെത്തായി പോവുകയാണ് ചെയ്യുന്നത്. വിഷ്വലുണ്ട്. ഇവിടെ പർച്ചേസ് ചെയ്യാനുള്ള ഏരിയ ആണ്. പിന്നെ ഇവിടെ തേൻ നെല്ലിക്ക, അതുപോലെ തന്നെ മാങ്ങ ഉണ്ട്, തേനിലിട്ട മാങ്ങ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ചായപ്പൊടി, കാപ്പിപ്പൊടി അതിൻ്റെ സെക്ഷനാണ്. പിന്നെ ഇവിടെ കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബോക്സ്, ഇത് നോക്കൂ. ഇവിടെ ഉള്ളൊരു ടോയ് സ്പൈഡർമാൻ. കുറച്ചെന്നെ ലൈറ്റും കത്തും. നല്ല ഭംഗിയുള്ള ടോയ്സ് ഒക്കെ ഉണ്ട്, വെറൈറ്റി. ഇപ്പോൾ നമ്മുടെ എംബ്രൻസിലുള്ള ഒരു ഫോട്ടോ പോയിന്റിലാണുള്ളത്. നമ്മൾ ഫ്രണ്ടിലൊരു ഹണി ബി ഒക്കെ കണ്ടില്ല, അതിൻ്റെ മേലെ ഭാഗമാണ്. ഇവിടെ എവിടെ നിന്നാലും ഇതേ ഏരിയ തന്നെ നമ്മൾ കാണണമെന്ന് തോന്നുന്നില്ലേ. ഏത് ഹൈറ്റ് പോയാലും സെൻറ്റർ നടുഭാഗം ഇതാണ് വരുന്നത്. നമ്മൾ ജീപ്പിൽ രാവിലെ ട്രെക്കിങ് പോയതൊക്കെ ആ സൈഡിൽ കൂടെയൊക്കെ. പിന്നെ ഈ ഹണി മ്യൂസിയത്തിൽ വന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് കുറേ വീഡിയോസ് എടുത്തു. അത് കഴിഞ്ഞ് ആക്ച്വലി നമ്മൾ റൂമിലേക്ക് കയറ്റി. അവിടെ നിന്ന് ഇവരിങ്ങനെ കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ പക്ഷേ ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആണ്. സോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, ഇവിടെ വന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യണത് നല്ലൊരു ഓപ്ഷനാണ് അല്ലേ. സമയം ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യണത് നല്ലൊരു ഓപ്ഷനാണ്. 50 rupees അല്ലേ? ആ അതെ, ഒരാൾക്ക് 50 rupees ഉള്ളൂ. അവിടെയുണ്ട് ഒരു ഫോട്ടോ പോയിന്റ്, ഐ ലവ് വട്ടവട എന്ന് പറഞ്ഞിട്ട്.